നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയുടെ വിധി പ്രതീക്ഷ നൽകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മേൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ചിരുന്നു. കേരള ഗവർണറുടെ പ്രസ്താവന സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ലെന്ന് MA ബേബി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിയിൽ നിന്നുള്ള തിരിച്ചറിവാണ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാകേണ്ടത്. സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധരാകേണ്ടതായിരുന്നു എന്നും ഗവർണറുടെ പ്രസ്താവന ശരിയല്ലെന്നുമാണ് MA ബേബി പറയുന്നത്. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം തന്നെ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വെടിക്കെട്ട് നടത്തുന്ന പ്രദേശത്തെ അന്തരീക്ഷം ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് തിരുവമ്പാടി സ്വദേശി വെങ്കടാചലം നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ ഈ നിലപാട്. സർക്കാരിന്റെ മറുപടി രേഖപ്പെടുത്തിയ ഹൈക്കോടതി ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവാർ ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച പരാതിയിൽ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. കിഴക്കേനടയിൽ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിയ വീഡിയോ പ്രചരിപ്പിച്ച പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെയും ഇവർക്കെതിരെ പരാതി ഉയർന്നിരുന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ച് കേക്ക് മുറിക്കുകയും ക്ഷേത്രത്തിലെത്തിയ മറ്റു ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇതാണ് വിവാദമായത്. 9 വയസ്സുകാരിയെ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് വയറുവേദനയും ശരീരവേദനയും ഉണ്ടായിരുന്നു. പനി കൂടിയതോടെയാണ് കുട്ടിയെ ICUയിലേക്ക് മാറ്റുന്നത്. പിന്നീടാണ് മരണം സംഭവിക്കുന്നതും. കുട്ടി ഗുരുതരാവസ്ഥയിൽ ആണെന്ന ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചില്ലെന്നും പരാതിയുണ്ട്. ബിനോയ് വിശ്വത്തിന് മറുപടിയുമായി മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെ പിന്തുണച്ച് രംഗത്ത് വന്ന CPM നേതാക്കളെ പരോക്ഷമായി ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. വീണ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട. കേസ് കൈകാര്യം ചെയ്യാൻ വീണയ്ക്കറിയാം. ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. അട്ടപ്പാടി ആശുപത്രിയിൽ നിന്നും കാണാതായ 4 മാസം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തി. മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത്. പിന്നീട് ഇവർ തന്നെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചതും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ കുട്ടിയെ തിരിച്ചു ലഭിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയത് എന്തിനെന്ന് വ്യക്തമായിട്ടില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AIADMK BJP സഖ്യത്തെ പരിഹസിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ് വെട്രി കഴകം സ്ഥാപകനായ നടൻ വിജയ്. BJPയുടെ പരസ്യ പങ്കാളിയാണ് അണ്ണാ DMK. ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ നേരത്തെ തള്ളിയതാണ്. അണ്ണാ DMK BJPയുടെ പരസ്യ പങ്കാളിയാകുമ്പോൾ DMK നേരത്തെ മുതൽ BJPയുടെ രഹസ്യ പങ്കാളിയാണെന്നാണ് വിജയുടെ വാദം. MGRന്റെ ആശയങ്ങളിൽ നിന്ന് എത്ര അകലെയാണ് ഈ പാർട്ടി ഇപ്പോൾ MGRന്റെ അനുഗ്രഹം തമിഴ് വെട്രി കഴകത്തിനോടൊപ്പം ആണെന്നും വിജയ് പ്രതികരിച്ചു. രാജ്യത്ത് UPI സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഇതോടെ ഓൺലൈൻ ഇടപാടുകളും തകരാറിലായി. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ വഴിയുള്ള പണം കൈമാറ്റവും ഇപ്പോൾ നടക്കുന്നില്ല. 1 മാസത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് UPI സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. അഗ്നൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുബേദർ കുൽദീപ് ചന്ദാണ് വീരമൃത്യു വരിച്ചത്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെയാണ് സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അഗ്നൂറിലും കിഷ്ത്വറിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 3 ഭീകരരെ സുരക്ഷാ സേനയും വധിച്ചിട്ടുണ്ട്. US-ലെ 6000-ലധികം ജീവിച്ചിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ട്രംപ് ഭരണകൂടം. ഇവരെ നിർബന്ധിതമായി നാടുകടത്തുമെന്നും US അറിയിച്ചു. ജോ ബൈഡന്റെ കാലത്തെ പദ്ധതികൾ പ്രകാരം കുടിയേറ്റക്കാർക്ക് US-ൽ പ്രവേശിക്കാനും താൽക്കാലികമായി താമസിക്കാനും അനുവാദമുണ്ടായിരുന്നു. കുടിയേറ്റക്കാരുടെ സാമൂഹ്യ സുരക്ഷാ നമ്പറുകൾ റദ്ദാക്കുകയും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്.